അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളെ GoPro ഇതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ. ഇതൊരു GoPro 9 ബ്ലാക്ക് ആണ്. അപ്പോൾ സ്റ്റിൽ 2026 ഇത് വേർത്ത് ആണോ എന്നുള്ളൊരു വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ കേട്ടോ. അപ്പോൾ സ്ട്രൈറ്റ് നമുക്ക് ഇതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, സോ ഇതിൻ്റെ ബാറ്ററിയാണ് ഈ കാണുന്നത്. GoProൻ്റെ ഒറിജിനൽ ബാറ്ററിയാണ്. 2021 എന്നാണ് ഇതിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ ഏകദേശം 5 yearsൻ്റെ മുകളിലായി. അപ്പോൾ ഇതെങ്ങനെ ഇടേണ്ടത് വെച്ചാൽ അതിങ്ങനെ പിടിക്കുക, എന്നിട്ട് ആ ഭാഗം നോക്കി അതിലേക്ക് വെച്ച് കൊടുക്കുക. ജസ്റ്റ് അത് നിന്നാൽ മതി, അടക്കുക. പിന്നെ സൈഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ റെഡ് കത്തിയിട്ട് അത് ഓൺ ആയിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട്. ഓക്കെ, പിന്നെ ഞാൻ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 96%, 96% ഏകദേശം ആയിട്ടുണ്ട് ഇതിപ്പെട്ടാ. പിന്നെ ഇതിൽ നമ്മൾ ഓരോ മോഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എഡിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഇതിൽ ഞാൻ ഇപ്പോൾ എപ്പിക്ക് എന്ന് പറഞ്ഞിട്ട് 1080 പിക്സലിൽ 240 FPS വൈഡായിട്ട് വെച്ചിട്ടുണ്ട്. പോയിൻ്റ് ഓഫ് വ്യൂ, അതേപോലെ വാട്ടർ, പിന്നെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുള്ളത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടാണ് 4K 30 FPS. പിന്നെ നമുക്ക് ഓരോന്ന് മാറ്റിയെടുക്കാം. വാട്ടറിൽ ഞാൻ എടുത്ത് 2.7K 120 എന്ന് വെച്ചിട്ടുള്ള, കാരണം നമുക്ക് സ്ലോ മോഷനിൽ എടുക്കാൻ പറ്റും അത് എഡിറ്റിൽ. അപ്പോൾ പിന്നെ ആക്ടിവിറ്റി 4K 60, അതായത് 4K 60 നല്ലൊരു ഇതാണ്. പിന്നെ അതേപോലെ ട്രാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു 5K ഇതിൽ 224 എന്ന് പറയുന്നത് വളരെ ചെറിയൊരു എന്താണ് FPS ആണ്. പക്ഷേ 5K സപ്പോർട്ട് ചെയ്യുന്നത് ഓൺലി 24 ആണ്. പക്ഷേ അതെനിക്കൊരു വേസ്റ്റായിട്ട് തോന്നി. 5K അത്ര ഒരു വലിയൊരു ഇത് നമുക്ക് തോന്നില്ല. 5K ഭയങ്കര MB എടുക്കുകയും ചെയ്യുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് 4K 30 FPS നമ്മൾ അപ്പോൾ ഇത് സ്റ്റാൻഡേർഡിൽ ഒരു 4K 30 FPS എടുക്കുന്ന ഒരു വൈഡ് ഷോട്ടാണ്. ഇതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കും. വോയിസ് കാര്യങ്ങൾ, പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു വാട്ടർ ടെസ്റ്റും കൂടി ചെയ്യാനുണ്ട്. പക്ഷേ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയട്ടെ. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് വാട്ടർ എന്ന ഓപ്ഷൻ വെച്ചിട്ട് അതിൽ 2.7K പിക്സലിൽ 120 FPS എടുത്ത വീഡിയോ ആണ്. സ്റ്റെബിലൈസേഷൻ ഓഫാണ്, അതാണ് ഇപ്പോൾ ഇത്രയും ഷേക്കായി കാണുന്നത്. ഇനി ഈ വീഡിയോയിലാണ് ഞാൻ സ്റ്റെബിലൈസേഷൻ ചെക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ റോഡ് നിങ്ങൾ കണ്ടില്ലേ, ഒരു കുലുങ്ങിയ റോഡാണ് ഇത്. എൻ്റെ ഐഫോൺ വെച്ചിട്ടെടുത്ത വീഡിയോ ആണ്. എൻ്റെ കൈയൊക്കെ ഷേക്ക് ചെയ്യുന്നത് നിങ്ങൾ കാണും. അപ്പോൾ ഇതിൽ എത്ര സ്റ്റെബിലൈസ് അത് ചെയ്യുന്നുണ്ട് നിങ്ങൾ നോക്കിക്കോളിട്ടോ. നല്ല രീതിക്ക് തന്നെ നല്ല സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ടല്ലേ. ഹായ്, ഇത് ഞാൻ എടുക്കുന്നത്, ഈ വീഡിയോ എടുത്തേക്കുന്നത് ട്രാവൽ എന്ന ഓപ്ഷനിൽ 5K ആണിത് റെക്കോർഡ് ആവുന്നത്. 24 FPS ആണ്. ഇതൊരു വൈഡ് ഷോട്ടാട്ടോ. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് കാണുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കണ്ടില്ലേ, ഒരു 24 FPS ആയതുകൊണ്ട് ഒരു സ്ലോ മോഷനിൽ കിട്ടില്ല. ബട്ട് ഇതിൻ്റെ റീഡിങ്ങും ഭയങ്കര ഇടങ്ങേറാണ്. ഇപ്പോൾ എനിക്ക് കാണാം സ്റ്റക്കായിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾ റീഡിങ് ഹൈ ക്വാളിറ്റി 5K ആയതുകൊണ്ട് അത് ഒരു ഹ്യൂജ് MB ആണ് റെക്കോർഡ് ആവുന്നത്. അപ്പോൾ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണാമല്ലോ വൈഡായിട്ട്. ഇപ്പോൾ കാണുന്നത് ഈ റെക്കോർഡാവുന്നത് 2.7K 60 FPS ഒരു ഒരു സൂപ്പർ വൈഡാണ്. സൂപ്പർ വൈഡായിട്ട് കണ്ടില്ലേ, നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു ഇത്, അതിനാണ് ഞാൻ ഈ ഒരു ഏരിയയിൽ കാണിച്ചത്. അപ്പോൾ സൂപ്പർ വ്യൂ ആണ്. അതായത് എനിക്കുള്ള ഈവൻ മൈ ഹാൻഡ് വരെ കാണുന്നുണ്ട് പിടിക്കുന്നതിൻ്റെ. കണ്ടില്ലേ, നല്ല രസമായിട്ട് കാണാം. ഇതൊരു സൂപ്പർ വ്യൂ മോഡാണ്. ഇത് അടിപൊളിയാണ്. അതായത് ഇപ്പോൾ പോയിൻ്റ് ഓഫ് വ്യൂ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടോ,
അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബൈസൈക്കിൾ ഓടിക്കുകയാണെങ്കിലോ ഒരു ബൈക്ക് ഓടിക്കുകയാണെങ്കിലോ നമ്മൾ ഇത് മൗണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രസത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും. അടിപൊളിയാണ്. ഇത് 60 FPS ഇടാൻ പറ്റും, അല്ലെങ്കിൽ 120 FPS ഇടാൻ പറ്റും. പോയിൻ്റ് ഓഫ് വ്യൂ ഇത് നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റുന്ന അനുസരിച്ചാണ്. അപ്പോൾ ഇത് സിനിമാറ്റിക്കിൻ്റെ 2.7K റെക്കോർഡാവുന്നതാണ്. 120 FPS ആണ്. അപ്പോൾ ഇതിൽ എന്താണ് 2.7K ആയതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി ഒരു കുറവുണ്ട്. പക്ഷേ നമുക്ക് 120 FPS കിട്ടും. നമ്മളെ ഡാഡയാണ് ഇവിടെ കാണുന്നത്. ആരാമാമ്പോ BPL Safi kabisa. സോ ഇതും വൈഡ് ആംഗിളാണ് വരുന്നത്. അപ്പോൾ വൈഡായിട്ട് നമുക്ക് ഷോട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ട്രൈ ചെയ്തത് സ്ലോമോയിൽ 180 1080 പിക്സലിൽ 120 FPS ആണ് എടുത്തേക്കുന്നത്. ഇത് സ്ലോ മോഷനിൽ ഇങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റും. പക്ഷേ ഇത് 120 FPS ആണ് കേട്ടോ. അപ്പോൾ ഇത് 120 FPS ആയതുകൊണ്ട് സ്ലോ മോഷനിലുള്ളൊരു സ്മൂത്ത്നെസ് ഇതിന് അത്ര ഉണ്ടാവില്ല. ഇതേപോലെ ഞാൻ പിന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കുട്ടി ഓടുന്നതാണല്ലോ. അതേപോലെ ഇതിൻ്റെ വാട്ടർ ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നതും അതിൻ്റെ ഓരോ മോഷൻസ് ചെറുങ്ങനെ കാണാം. പക്ഷേ ഇതിനേക്കാളും ബെറ്ററായിട്ട് ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്മൂത്ത്നെസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത്ര സ്മൂത്ത്നെസ് ഇല്ല. അത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. 240 FPS എടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കി. അതുകൊണ്ട് ആ സ്മൂത്ത്നെസ്, ഈ ഒരു സ്മൂത്ത്നെസ് ആ 120 FPS വരുന്നില്ല എന്നുള്ളതാണ്. ഇതേപോലെ ഞാൻ പിന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതും നോക്കിക്കോ, ഇതിൻ്റെ ഒരു സ്മൂത്ത്നെസ് ഇല്ല. ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു സ്മൂത്ത്നെസ് അത് ആ 120 FPS വരുന്നില്ല. 240 ആണ് എനിക്ക് ബെറ്റർ ആയി തോന്നുന്നത്. ബാക്ക്ഗ്രൗണ്ട് നല്ല ലൈറ്റ് ഉണ്ട്, അതൊക്കെ ഒരു പ്രോബ്ലം ആണ് ഇതിൻ്റെ പിന്നെ ഞാൻ ഇത്രയൊക്കെ വീഡിയോ എടുത്ത് കാര്യങ്ങളൊക്കെ എടുത്തു. വീട്ടിൽ വന്നിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബാറ്ററി നോക്കിയ സമയം 4 മണി. ലൈറ്റ് കുറവുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ GoPro 9 Black 2026 വേർത്താണ്. വീഡിയോ ക്വാളിറ്റിയൊക്കെ അടിപൊളി തന്നെയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഒന്ന് ലൈക്ക് ഇടുക. പിന്നെ GoPro വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.